നമ്മളെ വാട്സപ്പ് വേറെ ലെവലായിക്കൊണ്ടിരിക്കുക കേട്ടോ. സുക്കർ കാക്ക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ഓരോ പുതിയ ഫീച്ചർ കൊണ്ടു തന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ ഫീച്ചറുകളാ, ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ വരുന്നേരം അതിൽ നമ്മളെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളെ പ്രൈവസിക്ക് ഒരുപാട് ഓപ്ഷൻസ് വാട്സപ്പിലുണ്ട്, ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അത് ഓരോന്നും ഓരോ ഭാഗത്താണ്. ഇപ്പം പുതിയ അപ്ഡേറ്റിൽ കുറച്ച് പ്രൈവസി സെറ്റിങ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. തന്നെയല്ല, വാട്സപ്പിൽ ഇനിയിപ്പോൾ ടെലഗ്രാമൊക്കെ നമ്മൾ പല ഡിവൈസിലും സ്വിച്ച് ചെയ്യുന്നില്ലേ, അതുപോലെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷന്, ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, അതുപോലെ യൂസർ നെയിം ഓപ്ഷൻ, അങ്ങനെ കുറേ എണ്ണം വരാനുണ്ട്. അതൊക്കെ വരുന്നേരം അതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പ്രൈവസി ഒന്ന് നോക്കുക. ജസ്റ്റ് ഞാൻ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്ത് നിങ്ങൾ വിചാരിക്കേണ്ട വാട്സപ്പ് വന്നിട്ട് എന്താ ഒന്നുമില്ലാത്തത്. കുറേ ചാറ്റുകൾ ഉണ്ട്, എല്ലാം ഞാൻ ആർക്കൈവ് ചെയ്ത് വെച്ചാ അടക്കട്ടെ. അത് നിങ്ങൾ കാണുന്നത് അത് ഞാൻ കണ്ടാൽ പോരെ. നമുക്കിപ്പോൾ സെറ്റിങ്സ് നോക്കിയാൽ പോരെ. നമുക്ക് ഒരുപാട് കോളുകൾ വരും വാട്സപ്പിൽ, നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള കോളുകളും ഇല്ലാത്ത കോളുകളും. ഇങ്ങനെ അനോണിമസ് ആയിട്ട് വരുന്ന, നമ്മൾ സേവ് ഒന്നും ചെയ്യാത്ത നമ്പറിന്, അറിയപ്പെടാത്ത നമ്പറിന് വരുന്ന കോളുകൾ നമുക്ക് ഒരു ഡിസ്റ്റർബ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സൈലൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പിൽ വന്നിക്ക്. അതാദ്യം നോക്കുക നമ്മൾ. അതുപോലെ തന്നെ നമ്മളെ പ്രൈവസി കംപ്ലീറ്റ് ഒരുത്തേന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും. ഈ രണ്ട് കാര്യങ്ങളാണ് വാട്സപ്പിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിന് മേലെ 3 കുത്തിലൊരു കുത്തു കൊടുത്താൽ ഇവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു സംഭവം കാണും. അതൊന്ന് ഞെക്കിയാൽ ഇവിടെ പ്രൈവസി എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു കുത്തു കൊടുക്കുക. ഇവിടെ മേലെ കണ്ടോ പ്രൈവസി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ പച്ച, അത് പുതിയ വന്നതാ. അത് രണ്ടാമത് നോക്കുമ്പോൾ താഴേക്ക് പോവുക. ഇവിടെ കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. ഈ കോൾസ് ഞെക്കിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതൊന്നങ്ങ് ഓണാക്കിയിടുക. ഓണാക്കിയിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ, നമുക്ക് പരിചയമില്ലാത്ത നമ്പറിന് അനോണിമസ് ആയിട്ട് വരുന്ന കോളുകളൊക്കെ സൈലൻസ് ആവും. നമുക്ക് അതിൻ്റെ ഒരു ഒച്ചപ്പാട് ഒന്നും ഉണ്ടാകുകയില്ല. എന്നാലോ കോൾസിന്റെ ടാബ് തുറന്നു നോക്കിയാൽ അവിടെ മിസ് കോൾ ആയിട്ട് അത് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതാവണ്ടേ തിരിച്ച് വിളിക്കേണ്ടതാണ്ടേ വിളിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് മെസ്സേജ് വിടേണ്ടതാണ്ടേ മെസ്സേജ് വിടുക. പക്ഷേ ഈ കോള് വരുന്നേരം അതൊരു ബുദ്ധിമുട്ടാകുകയില്ല. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. ഇനിയിപ്പം നമ്മൾ മേലത്തെ പ്രൈവസി ചെക്കപ്പ് നോക്കുക. ഈ പ്രൈവസി ചെക്കപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ സംഭവങ്ങൾ കണ്ട. ചൂസ് ഹൂ ക്യാൻ കോണ്ടാക്ട് യു, നമ്മൾ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ, നമ്മളെ പേഴ്സണൽ ഇൻഫോ ആരൊക്കെ കാണണമെന്ന്. അതുപോലെ ചാറ്റ് പ്രൈവസി, അക്കൗണ്ട് പ്രൊട്ടക്ഷൻ, ഇങ്ങനെ ഓരോന്നും നമുക്ക് കൂടുന്ന് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ചൂസ് ഹൂ ക്യാൻ എന്നുള്ള ഇതൊന്ന് ഞെക്കി നോക്കിയാൽ ഇവിടെ ഗ്രൂപ്പ്സിൽ ആരൊക്കെ നമ്മളെ ഗ്രൂപ്പ്സിൽ ഏഡ് ചെയ്യണം. നമ്മളെ നമ്പർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒലിക്കും നമ്മളെ ഗ്രൂപ്പിൽ ഏഡ് ചെയ്യാലോ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മൈ കോണ്ടാക്ട് മൈ കോണ്ടാക്റ്റോ അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന്. അതുപോലെ സൈലൻസ് കോളേഴ്സ് ഉണ്ട്, ബ്ലോക്ക്ഡ് കോണ്ടാക്റ്റോ. ഇനിയിപ്പം ബേക്കിൽ വന്നിട്ട് കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പല ഭാഗത്തായിട്ടുള്ള നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഒരുത്തേക്ക് കൊണ്ടെത്തുന്നതാണ്. തിരിഞ്ഞിക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റിലത്തെ അക്കൗണ്ട് പ്രൈവസിൻ്റെ ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ചെയ്യാനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. വാട്സപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നല്ലേ, നമ്മളെ വാട്സപ്പ് എത്രത്തോളം സുരക്ഷിതമാണെന്ന്, നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച 2 സംഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഫോണിൽ വന്നിക്കുണ്ടാകുകയില്ല, നിങ്ങളെ വാട്സപ്പിൽ വന്നിക്കുണ്ടാകുകയില്ല. വന്നിക്കില്ല എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ തുറന്നിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്ക്. അപ്ഡേറ്റ് ചെയ്താൽ അങ്ങൾക്കും വന്നോളൂ ഒന്ന്. അതിനുശേഷം ഇതൊക്കെ ചെയ്തിട്ട് ഇതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം അറിയിച്ചേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കട്ടെ. ആ ഉമ്മക്കൊരു ബൂസ്റ്റ് ആകും. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.